ഇന്നത്തെ ലഞ്ച് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരട്ടുണ്ടോ. വൈറ്റ് ക്വീൻവ കണ്ടോ. റൈസിന് പകരം ഞാൻ ഇതിന്റെ റൈസ് ഇട്ടാണ് ചോറ് വെച്ചിരിക്കുന്നത് കണ്ടോ. ചെറിയ റൈസ് ആയിരിക്കും കണ്ടോ. ചോറിന് പകരം ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ്. ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലും റൈസ് വാങ്ങിച്ച് നമ്മൾ ഒന്ന് ചോറുണ്ടാക്കണം. ഇത് നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണോ. ഒരു രാത്രി ഫുൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. എന്നിട്ട് കുക്കറിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇന്ന് ഇതിന്റെ റൈസാണ് ഞാൻ ഇന്ന് ചോറായിട്ട് എടുത്തേക്കുന്നത്. ഒരു ബൗള് വൈറ്റ് ക്വിനോവയുടെ റൈസ്, ഒരു ചപ്പാത്തി, പൊട്ടറ്റോയുടെ മെഴുക്ക് വരട്ടി, മീൻ വറുത്തത്, പനീർ വറുത്തത്, മാങ്ങയുടെ ചമ്മന്തി, പച്ചടി, തൈര്, മാങ്ങയിട്ട് വെച്ച കരിമീൻ്റെ പച്ചക്കറി, വെണ്ടയ്ക്ക റോസ്റ്റ് ചെയ്ത്. ഈ വൈറ്റ് ക്വിനോവയുടെ റൈസ് വെക്കുമ്പോൾ ചോറ് വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പുരുപുരായിരിക്കും. ഇന്നത്തെ ആഹാരം നോക്കാം. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഇത് നമുക്ക് എടുക്കാം. കൂടെ വെള്ളവും ഉണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരം, വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഇത് എടുക്കാം. ഈ ആഹാരം നമുക്ക് കഴിക്കാം. ആദ്യം ചപ്പാത്തി തന്നെ